ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബഹളം കേൾക്കുമ്പോഴത്തേന് ശ്രുതിയോട് പറയുന്നുണ്ട്, എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നല്ലോ, എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാമെന്ന്. അപ്പോൾ ശ്രുതി മീരയോട് ചോദിക്കും, നമ്മൾ കൊണ്ടുവന്ന ആളെങ്ങാനും പ്രശ്നം ഉണ്ടാക്കുന്നതാണോ ഓടിയെന്ന്. അയാൾ നേരത്തെ പോയി, ഇത് വേറെ എന്തോ പ്രശ്നമാണ്, നമുക്ക് നോക്കാമെന്ന് പറയും. ആ സമയത്ത് ചന്ദ്രമതിയും ഭാമയും കൂടെ മധുസൂദൻ്റെയൊക്കെ മുറിയിലേക്ക് വരുന്നുണ്ട്. അവർ ചോദിക്കുന്നുണ്ട്, എന്താ സംഭവം, ദേ നിങ്ങളുടെ മരുമോൾ കാണിച്ച കണ്ടോ, ഇവളെൻ്റെ മകളുടെ മാല ചെയിന് മോഷ്ടിച്ചെന്ന് പറയും. എന്നിട്ട് കയ്യിലിരിക്കുന്ന മാല പൊക്കി കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോഴത്തേന് ചന്ദ്രമതി അങ്ങ് ഞെട്ടുന്നുണ്ട്. ഉടനെ ഭാമയ്ക്കും അങ്ങ് വല്ലാതാകുന്നുണ്ട്. അന്നേരം ഒന്നും പറയാൻ പറ്റാതെ നിന്ന് രേവതി കരയുകയാണ്. ഇവളെൻ്റെ മുറിയിൽ കയറി എൻ്റെ മോളുടെ മാല മോഷ്ടിച്ചത് തന്നെയായെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് നിന്ന് സംസാരിക്കുകയാണ് മഹിമ. മധുവേട്ടൻ റൂമിലേക്ക് കയറി വന്നപ്പോൾ ഇവൾ മാല മോഷ്ടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നൊക്കെ പറയും. അപ്പോഴത്തേന് വർഷയുടെ അച്ഛനും പറയുന്നുണ്ട്, ശരിയാണ്, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവൾ മാല മോഷ്ടിച്ചുകൊണ്ട് നിന്നായിരുന്നു, ഞാൻ കയ്യോടെ പൊക്കിയതാണ് എന്നൊക്കെ പറയുമ്പോഴത്തേന് സങ്കടപ്പെട്ടിട്ട് രേവതി ഇറങ്ങി ഓടി സച്ചിയുടെ ഒക്കെ അടുത്തോട്ട് വരികയാണ്. സച്ചിയൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓടി വന്ന് സച്ചിയെ കെട്ടിപ്പിടിച്ച് നിന്ന് രേവതി അങ്ങ് കരയുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കും, എന്താ രേവതി എന്താന്ന് ചോദിക്കും. രേവതിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അന്നേരം എന്താ മോളെന്ന് ചോദിച്ച് രവിയും അശോകനും എല്ലാം ചോദിക്കുന്നുണ്ട് എന്താ സംഭവം എന്ന്. രേവതി നിന്ന് കരച്ചിലാണ്. ആ സമയത്ത് അങ്ങോട്ട് മധുസൂദനും മഹിമയും അതുപോലെ ചന്ദ്രമതി എല്ലാം വരുന്നുണ്ട്. അവരങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ ഇവർക്കിട്ട് നോക്കി നിന്നിട്ട് പറയും, എന്താണെന്ന് ഞങ്ങൾ പറയാം, ഇവൾ ഞങ്ങളുടെ മകളുടെ മുറി കയറി അവളുടെ മാല മോഷ്ടിച്ചെന്ന് പറയും. അന്നേരത്തിന് ബാക്കി എല്ലാവരും അങ്ങ് ഞെട്ടുന്നുണ്ട്. അപ്പോൾ രവി പറയുന്നുണ്ട്, ഞങ്ങളുടെ രേവതി മോൾ അങ്ങനൊന്നും ചെയ്യില്ല എന്ന് പറയും. അങ്ങനെയല്ല, ഞാൻ കണ്ടതാ എൻ്റെ മോളുടെ ചെയിൻ ഇവൾ മോഷ്ടിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേന് രവി സമ്മതിക്കത്തില്ല. സച്ചിയും പറയും, നിങ്ങളിങ്ങനെ അനാവശ്യം പറയരുതെന്നൊക്കെ പറയും. രേവതിക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല. ബാക്കി എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കിയൊക്കെ നിൽക്കുകയാണ്. പക്ഷേ സംഭവം എന്താണെന്ന് അറിയത്തില്ലെങ്കിലും ശ്രുതിക്കും കൂട്ടുകാരിക്കും ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ രവി പറയുന്നുണ്ട്, മധുസൂദന ആവശ്യമില്ലാത്ത വർത്തമാനം പറയരുതെന്ന്. ഞാനാണോ അനാവശ്യം പറയുന്നത്, നിങ്ങളുടെ മരുമോളാണ് ചെയ്തത് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഇവിടെ നിൽപ്പുണ്ടല്ലോ, അവരോട് ചോദിക്കാൻ പറയുന്നുണ്ട്, മാല അവളുടെ കയ്യിരിക്കുന്നത് ഞാൻ കണ്ടാന്ന് പറയും. അന്നേരത്തേനുടനെ ചന്ദ്രമതി പറയും, അത് ശരിയാ, മാല അവളുടെ ഞാൻ കണ്ടാരെന്ന് പറയും. കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ ഭാമ പറയും, മാല അവളുടെ കയ്യിലിരുന്നെന്ന് പറഞ്ഞ ഉടനെ രേവതി അത് കട്ടെടുത്തു എന്നുള്ള ഒരു ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് സംഭവം ഏകദേശം പിടികിട്ടുന്നുണ്ട് ശ്രുതിയും കൂട്ടുകാരി അതിനെ സന്തോഷിച്ച് ചിരിച്ച് നിൽക്കുകയാണ്. എന്തായാലും അവർ പ്ലാൻ ചെയ്തതിനെക്കാട്ടും നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ രവി ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട്, ആവശ്യമില്ലാത്ത വർത്തമാനം പറയരുതെന്നൊക്കെ. മധുസൂദനാണ് ഇവരെ പ്രകോപിപ്പിക്കാനായിട്ട് ഒരുപാട് വർത്തമാനങ്ങളങ്ങ് പറയുകയാണ്. അന്നേരത്തേന് സച്ചി പറയും, സാറൊന്നും മിണ്ടാതിരിക്കുക, ഞാൻ കാര്യം ഒന്ന് അന്വേഷിച്ചോട്ടെ എന്ന് പറയും. ദേഷ്യത്തെ തന്നെയാണ് പറയുന്നത്. ഞാൻ രേവതിയോട് കാര്യം ചോദിക്കട്ടെ എന്ന് പറയും. രേവതി കാര്യം എന്താണെന്ന് പറയാൻ പറയും. അപ്പോഴത്തേനും രേവതി കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അമ്പലത്തിൽ പോകാനായിട്ട് വർഷയും ശ്രുതിയും വിളിക്കണമെന്ന് പറഞ്ഞ് അതനുസരിച്ച് ഞാൻ അവരെ വിളിക്കാൻ പോയതാണ്. അപ്പോൾ ഭാമ പറയും, അത് ഞാനാ പറഞ്ഞു വിട്ടത്, അവരെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയും. അപ്പോൾ ഞാൻ അതിനു വേണ്ടി അങ്ങോട്ട് ചെന്നപ്പോഴത്തേന് ശ്രുതി വിളിച്ച് കഴിഞ്ഞിട്ട് വർഷയുടെ മുറി ചെന്നപ്പോൾ വർഷ മാലയൊക്കെ ഊരി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ മാലയിൽ ഒരു ചെയിൻ കുടുങ്ങി കിടന്നിരുന്നു. ആ ചെയിന് ഞാനൊന്ന് വിടുവിച്ചിട്ട് അത് വർഷയെ ഏൽപ്പിക്കാൻ വേണ്ടി എടുത്തെന്ന് പറയും. അതുപോലത്തേന് ഉടനെ മധുസൂദൻ അതിനിടെ കയറി പറയുന്നുണ്ട്, അല്ല, ഇവളത് മോഷ്ടിക്കുക തന്നെയായിരുന്നൊക്കെ പറയും. അത് അവൾ മനഃപൂർവ്വം നേരത്തെ കണ്ടു വെച്ചിട്ട് മാലയിൽ അത് കുരുക്കി ഇട്ടതായിരിക്കും. എൻ്റെ മോളുടെ മാല മോഷ്ടിച്ച് ആ മാല കുരുക്കി വെച്ചിരുന്നു. ഞാൻ കണ്ടപ്പോഴത്തേന് അത് ഇങ്ങനെയൊക്കെ ആക്കി കള്ളം പറയുന്ന, ഇവളീ പറയുന്ന കള്ളമൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ല, ഇവൾ കള്ളിയാന്നെല്ലാം പറഞ്ഞ് ഭയങ്കരമായിട്ട് രേവതിയെ അങ്ങ് താഴ്ത്തി കെട്ടി അങ്ങ് സംസാരിക്കുകയാണ്. രേവതിക്ക് ഒരുപാട് സങ്കടമാകുന്നുണ്ട്. പക്ഷേ രവിക്ക് ദേഷ്യവും വരുന്നുണ്ട്. രവി പറയും, ഇങ്ങനത്തെ വർത്താനം പറയരുത്, ഞങ്ങളുടെ മോൾ അങ്ങനത്തെ ആളല്ല എന്നൊക്കെ പറയും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അവൾ ഞങ്ങളുടെ മോളുടെ മാല മോഷ്ടിച്ചത് തന്നെയാണെന്ന് പറഞ്ഞ് മഹിമയും മധുസൂദനും അങ്ങ് നിൽക്കുകയാണ്. അപ്പം മാക്സിമം പറയും. സച്ചിയും പറയും, സാർ അവൾ പറഞ്ഞത് കേട്ടില്ല എന്നൊക്കെ ചോദിക്കും. അവൾ ഉള്ളതാ പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ പറയും, നീ അവൾക്ക് സപ്പോർട്ട് ചെയ്യുകയൊന്നും വേണ്ട എന്ന് പറയും. അപ്പം അശോകനും പറയുന്നുണ്ട്, ഞങ്ങളുടെ രേവതി മോൾ അങ്ങനത്തെ ഒരാളല്ല എന്ന് പറയും. ഇത്രയും നല്ല പെൺകുട്ടി ഈ നാട്ടിലില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴത്തേനുടനെ മധുസൂദനൻ പറയും, ഇവളെങ്ങനെയാണ് ആ വീട്ടിൽ വന്ന് കയറിയെന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ഇവൾ കള്ള ഫാമിലി പെട്ടതല്ലേ, ഇവളുടെ കുടുംബക്കാരെല്ലാം കള്ളത്തരത്തിലൂടെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേന് ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അന്നേരം മധുസൂദനൻ വീണ്ടും പറയും, ഇവളുടെ ഭർത്താവ് ഒരു തെമ്മാടിയാണ്, അതുപോലെ തന്നെ ഇവളുടെ കുടുംബത്തിലാണെങ്കിലും ഇവളുടെ ആങ്ങള നേരത്തെ നിങ്ങളുടെ വീട്ടിൽ ബൈക്ക് മോഷ്ടിച്ചിട്ടില്ലേ, അത് കഴിഞ്ഞ് പിന്നെ ഇവരുടെ കുടുംബത്ത് പല പ്രശ്നങ്ങളും നടന്നിട്ടില്ലേ എന്നൊക്കെ ചോദിച്ച്
ഭയങ്കരമായിട്ടങ്ങ് ഇല്ലാത്തതെല്ലാം പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേന് സങ്കടം വരുന്നുണ്ട് രേവതിക്ക്. സച്ചിക്കാണെ ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. സച്ചി പറയും അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്, ഇനി അത് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ കാര്യമാകുന്ന എങ്ങനെ? ഇവളെ കള്ള ഫാമിലി പെട്ടതല്ലേ, അപ്പോൾ ഇവൾ മോഷ്ടിക്കുന്നത് തന്നെയായിരിക്കും. പറയാൻ പറ്റത്തില്ല. ഇവൾ മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ട് അത് നിന്നെ ഏൽപ്പിക്കുകയായിരിക്കും. നീ ആണെങ്കിൽ ഒരു ക്രിമിനലല്ലേ എന്നൊക്കെ ചോദിക്കും. അത് കേൾക്കുമ്പോഴത്തേന് രേവതിക്ക് സങ്കടമാകുന്നുണ്ട്. പക്ഷേ സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോനെ ക്രിമിനലെന്നൊന്നും വിളിക്കരുതെന്ന് പറഞ്ഞ് രവിയും വഴക്ക് ഉണ്ടാക്കുന്നുണ്ട് മധുസൂദനോട്. നാണമില്ലല്ലോ നിനക്കൊക്കെ? എൻ്റെ വീട്ടിൽ ഞാൻ നടത്തുന്ന ഫംഗ്ഷനിൽ വന്നിട്ട് എൻ്റെ മോളുടെ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോകാനായിട്ട് നാണമില്ലേ എന്നൊക്കെ ചോദിച്ച് ഇവരെ അങ്ങ് അപമാനിക്കുകയാണ്. അത് കേൾക്കുമ്പോഴത്തേന് സച്ചിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറയും ഇവനൊരു കുടിയനാണ്, തെമ്മാടിയാണ്, ക്രിമിനലാണ് എന്നൊക്കെ പറയും. ഉടനെ സച്ചി പറയും ഞാൻ എന്തു ആയിക്കോട്ടെ, ഞാൻ ശരിയല്ല, കാര്യം ശരിയാണ്, പക്ഷേ എൻ്റെ ഭാര്യ നല്ലവളാണ്, അവളെക്കുറിച്ച് ആവശ്യമില്ലാത്ത വർത്തമാനം പറയരുതെന്ന് പറയും. ഇനിയും പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നുണ്ട്. ഞാൻ പറയൂടാ, ഞാൻ പറയുമെന്ന് വെച്ചാൽ എൻ്റെ മകളുടെ സ്വർണ്ണമാണ് ഇവൾ മോഷ്ടിച്ചെന്നൊക്കെ പറയും. അപ്പോൾ രവി കയറിയേക്കുന്നുണ്ട്. സഹിക്കാൻ പറ്റാതെ രവി ചെന്ന് മധുസൂദനെ തല്ലാൻ പിടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരുടെ കൂടി രവിയെ പിടിച്ചു മാറ്റുന്നൊക്കെ ഉണ്ട്. ശ്രുതിക്കും മീരയ്ക്കും ഭയങ്കര സന്തോഷമാണ് ആ സീനൊക്കെ കാണുമ്പോഴത്തേന്. വേണ്ടച്ചാ വേണ്ടെന്ന് പറഞ്ഞ് എല്ലാവരുടെ കൂടി പിടിച്ചു മാറ്റുമ്പോഴത്തേന് സച്ചി പറയും സാർ ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞ് സീൻ ഉണ്ടാക്കരുത്, സാറ് പറഞ്ഞതെല്ലാം വിട്ട് ഞങ്ങൾ പോകുക എന്ന് പറയുമ്പോഴത്തേനും പറയും പറ്റത്തില്ല, നീ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാമായിരുന്നു, നീ അതുപോലത്തെ കുടിയനല്ലേടാ, നിൻ്റെ ഭാര്യ മോഷ്ടിച്ചുകൊണ്ട് വന്ന് നിനക്ക് തരും, നീ അത് വിറ്റിട്ട് കാശ് വെച്ച് കുടിക്കും, എന്നിട്ട് അതിന് മറവിടാനായിട്ട് ഒരു പൂക്കടയും കൂടെ വെച്ചിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ശരിക്കും അങ്ങ് അപമാനിക്കുകയാണ് സച്ചിയെയും രേവതിയും കൂടെ. അപ്പം അതുകൂടെ കേൾക്കുമ്പോഴത്തേന് രവിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. രവിയെ ചന്ദ്രമതി വേണ്ടെന്ന് പറഞ്ഞ് പിടിച്ചൊക്കെ മാറ്റുന്നൊക്കെ ഉണ്ട്. തമ്മാടിയും ക്രിമിനലും കള്ളുകുടിയനും ഒക്കെ ആയ നിൻ്റെ പറ്റിയൊരു ഭാര്യയും കൂടെ നിനക്ക് കിട്ടിയല്ലോ. നിനക്ക് കൂട്ടു നിൽക്കുന്ന, നിൻ്റെ തോന്നിയാസങ്ങൾക്ക് കൂട്ടു നിൽക്കുന്ന ഒരു ഭാര്യയാണല്ലോ നിനക്ക് കിട്ടിയത്. ഞങ്ങളുടെ അബദ്ധം പറ്റിപ്പോയതാണ്, ഞങ്ങളുടെ മോൾ ആ കുടുംബത്തിലേക്ക് വന്ന് കയറിയത് എന്നൊക്കെ പറഞ്ഞങ്ങ് സച്ചിയും രേവതിയും കൂടാണ് മാക്സിമം മധുസൂദനൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ രേവതി അങ്ങ് ഒരുപാട് സങ്കടപ്പെടുകയാണ്. രേവതിക്ക് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല. അന്നേരത്തേന് സച്ചിക്ക് ദേഷ്യം കയറി വരുന്നുണ്ട്. രേവതി സച്ചിയുടെ കയ്യെ പിടിക്കുന്നുണ്ടൊക്കെ. പക്ഷേ എന്നാലും ഈ മധുസൂദനം നിർത്താൻ ഒരു വഴിയുമില്ലല്ലോ. അന്നേരം പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അവസാനം സഹി കേട്ടിട്ട് സച്ചി അങ്ങോട്ട് ചെന്നിട്ട് രേവതിയുടെ കൈ തട്ടി മാറ്റി അങ്ങ് ചെന്ന് മധുസൂദനൻ്റെ ചെവിക്കല്ല് തീർത്ത് ഒറ്റൊരെണ്ണം കൊടുക്കുകയാണ്. അത് മധുസൂദനെ താഴെ വീഴാൻ തുടങ്ങുന്നുണ്ട്. അത് കേൾക്കുമ്പോഴത്തേനും എല്ലാവരും ഇവിടെ മധുസൂദനെ പിടിക്കുന്നുണ്ട്, സച്ചിയെയും പിടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ സച്ചിയുടെ കൈ പിടിച്ചിട്ടൊന്നും പിടി കിട്ടുന്നില്ല. സച്ചി കിട്ടാവുന്നത്രയും കൊടുക്കുന്നുണ്ട്. മാക്സിമം അങ്ങ് മധുസൂദനെ എടുത്തിട്ട് അങ്ങ് അടിക്കുകയാണ്. പിന്നെ മധുസൂദനെ എടുത്തിട്ട് അങ്ങ് അടിച്ച് ശരിയാക്കുകയാണ് സച്ചി. എന്നിട്ട് എടുത്ത് എറിയുന്നവരെയൊക്കെ ഉണ്ട് മധുസൂദനെ. എന്നിട്ട് ആ സമയത്താണ് വർഷയും ശ്രീകാന്തോട് അങ്ങോട്ട് ചിരിച്ച് കളിച്ച് വരുന്നത്. അന്നേരമാണ് അവിടുത്തെ അടി കാണുന്നത്. അവർ രണ്ടുപേരും ഓടി വരുന്നുണ്ട്. എന്താ സംഭവം എന്നൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ സച്ചി വർഷയുടെ അച്ഛനെ എടുത്തിട്ട് അടിക്കുന്നത് വർഷ ശരിക്കും കാണുന്നുണ്ട്. അപ്പോൾ എന്തിനോ അടിച്ചെന്നുള്ള കാര്യം മനസ്സിലാകാതെ ഇരിക്കുമ്പോഴത്തേന് വർഷ കടന്ന് കാർന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ചോദിക്കും കൗണ്ടറിൽ നീ എന്നത്തിനാണ് എൻ്റെ അച്ഛനെ അടിച്ച, നീ ആവശ്യമില്ലാതെ എൻ്റെ അച്ഛനെ അടിച്ചോ എന്നൊക്കെ ചോദിച്ചാണ് ദേഷ്യപ്പെടുന്നത്. ശ്രുതിയും മീരയും കൂടെ ഇത് കണ്ട് ഭയങ്കരമായിട്ട് ആസ്വദിച്ചാണ് ചിരിച്ചാണ് നിൽക്കുന്നത്. ഒരു സംഭവം അവൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കിയിട്ട് നടന്നില്ലല്ലോ. ഇപ്പോൾ ഒരു സംഭവം നടന്നതിൻ്റെ പേരിൽ ഇവർക്ക് സന്തോഷമാണ് കേട്ടോ. ഇത്രയും വലിയ അടി നടക്കുമ്പോൾ ഇത്രയും ചിരിച്ച് നിൽക്കുന്ന രണ്ടെണ്ണത്തിന് ഇതിനകത്ത് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അത് കഴിയുമ്പോഴത്തേന് സച്ചി എല്ലാവരുടെ പിടിച്ചു മാറ്റുകയാണ്. അന്നേരം വർഷയ്ക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. ഒരു അച്ഛനെ തല്ലിയതിൻ്റെ പേരിൽ അങ്ങ് വഴക്കുണ്ടാക്കുകയാണ്. അന്നേരം എന്തിനാണ് തല്ലിയെന്നുള്ള കാര്യം ശ്രീകാന്തിനും മനസ്സിലാകുന്നില്ല. ശ്രീകാന്ത് എന്താ സച്ചിയേട്ടാ എന്തായി കാണിക്കുന്നൊക്കെ ചോദിക്കും. ഇങ്ങനെ തല്ലാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും നീ നിൻ്റെ അയാളോട് അമ്മായിപ്പനോട് ചോദിക്കടാ എന്തിനാ അയാളെ തല്ലിയെന്ന്, അയാൾ എന്തൊക്കെയാണ് പറഞ്ഞെന്നറിയാമോ, എൻ്റെ രേവതിയെ വല്ലതും പറഞ്ഞാൽ ഞാൻ വെച്ചേക്കുകയില്ലെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. പക്ഷേ വർഷ പറയും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എൻ്റെ അച്ഛനല്ലേ, അച്ഛനെ അങ്ങനെ തല്ലാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം നീ എൻ്റെ ഭർത്താവിന് പ്രായത്തിൻ്റെ ബഹുമാനം പോലും കൊടുക്കാതല്ലേടാ തല്ലിയെന്നൊക്കെ ചോദിക്കും. നിങ്ങളെന്താ പറഞ്ഞ് അതനുസരിച്ചല്ലേ എന്നൊക്കെ തല്ല് കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചന്ദ്രമതി അന്നേരം മഹിമയെ ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ക്ഷമയോതിരൊക്കെയാണ്. അത് ക്ഷമിക്കാനൊന്നും പറ്റത്തില്ല. ഇവൻ എൻ്റെ അതുവേട്ടനെ എന്തുമാത്രമാണ് തല്ലിയത്, ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിന് തല്ലിയിരിക്കുന്നതെന്നൊക്കെ പറയും. ഇവരുടെ ഭാഗത്താണ് തെറ്റെന്നൊക്കെ ഉള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇനി ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഞാൻ വെച്ചേക്കുകയില്ല, ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞിരിക്കുന്നു, എൻ്റെ ഭാര്യയെ പറയാവുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ പറഞ്ഞു, ഇനിയിപ്പം ഞാൻ ശരിയാക്കി കളയും രണ്ടിനെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അന്നേരം രവിയും പറയുന്നുണ്ട് നീ
ആവശ്യമില്ലാത്ത പറഞ്ഞിട്ട് തന്നെയാണ് നീ അടി മേടിച്ചത്. കുറേ നേരമായിട്ട് ഞങ്ങൾ സഹിക്കുന്നതാണ്, നിർത്തണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞതാന്നൊക്കെ പറയും. അന്നേരത്തേന് വർഷ കിടന്ന് ദേഷ്യപ്പെടുമ്പോഴത്തേന് നീ മിണ്ടാതിരിക്കടി എന്ന് പറഞ്ഞ് സച്ചി അവളോടും വഴക്ക് പറയുന്നുണ്ട്. ശ്രുതിക്കാണ് ഭയങ്കര സന്തോഷം കേട്ടോ ഇതെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേന്. നിന്നെയൊക്കെ നിൻ്റെ അച്ഛനും അമ്മ ഇങ്ങനെയാണോ വളർത്തി വെച്ചിരിക്കുന്നത്, നിൻ്റെയൊക്കെ സ്വഭാവ ഗുണം ഇങ്ങനെയാണല്ലേ എന്നൊക്കെ ചോദിച്ച് രവിയെയാണ് മാക്സിമം താഴ്ത്തി കെട്ടാൻ നോക്കുന്നത് മധുസൂദനൻ. അന്നേരം സച്ചിയെ പിടിച്ചിട്ടൊന്നും സച്ചി പിന്മാറാനേ ഉദ്ദേശിക്കുന്നില്ല. അന്നേരം ചന്ദ്രമതി വന്ന് സച്ചിയെ വഴക്ക് പറയും. അന്നേരത്തേനുടനെ സച്ചി പറയും, അച്ഛാ ഇവരോട് മിണ്ടായിരിക്കാൻ പറയല്ലേ, ഞാൻ ഇവരെ ശരിയാക്കി കളയുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി അങ്ങ് പതുക്കെ അങ്ങ് പിന്മാറുന്നുണ്ട്. എന്നിട്ട് പറയും, ഇനി എൻ്റെ ഭാര്യയെക്കുറിച്ചോ എൻ്റെ അച്ഛനെക്കുറിച്ചോ ആരെക്കുറിച്ചോ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഒരെണ്ണത്തിനെ വെറുതെ വെച്ചേക്കുകയല്ലെന്ന് പറയുന്നുണ്ട് സച്ചി. എന്നിട്ട് പറയും, അപ്പോഴത്തേനുടനെ ശ്രീകാന്ത് പറയുന്നുണ്ട്, എന്തായാലും എന്ത് സംഭവം നടന്നെന്ന് പറഞ്ഞാലും സച്ചിയേട്ടൻ വർഷയുടെ അച്ഛനെ തല്ലിയത് ശരിയായില്ലെന്ന് പറയും. അത് എന്തിനാ തല്ല് മേടിച്ചെന്നുള്ള കാര്യം അയാൾക്കറിയാം. ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, വാ രേവതി, ഞാൻ പറഞ്ഞതായിരുന്നല്ലോ ഇതിനകത്ത് വരരുതെന്ന് എൻ്റെ അച്ഛനും ശ്രീകാന്തും പറഞ്ഞോട്ട് മാത്രമാണ് വന്നെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേന് മഹിമ അതിന് മുമ്പേ പറയുന്നുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ ഇവനെയൊക്കെ ഇതിനകത്ത് വിളിച്ച് വരുത്തരുതെന്ന്, പ്രശ്നം ഉണ്ടാക്കുമെന്ന് എന്നൊക്കെ പറയും. അന്നേരത്തേന് ചന്ദ്രമതിയും പറയും, ഞാനും പറഞ്ഞല്ലേ ഇവനെ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞതല്ലേ, ഇപ്പം കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ച് ഇവർ സച്ചിയെയാണ് വല്ലതൊക്കെ പറയുന്നത്. അപ്പം സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് രേവതി ഉടനെ സച്ചിയുടെ കൂടെ പുറത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. ദേഷ്യപ്പെട്ട് ഇങ്ങനെ കളിപ്പിച്ച് നിൽക്കുന്ന വർഷ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.